എൻ്റെ നാടിൻ്റെ സംസ്കാരത്തെ അലിയിച്ച് ചേർത്തിട്ടുള്ള ഒരു കൃതിയാണ്. മാത്രമല്ല എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ കൂടിയാണ് ഈ നോവല് സൃഷ്ടിക്കാനുള്ള ഊർജം എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെയധികം പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഇപ്പം മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്നവർക്ക് അവിടെ ഒരു രണ്ടാംകിട പൗരൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. പല കൃതികളും പലതരത്തിൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരു പൊന്നാനിക്ക് ജനിക്കാതെ പോയ മകനായി പോയി എന്നുള്ളത്. ഞാൻ നാട്ടിൽ എല്ലാ കാര്യത്തിലും ഒന്നാമനാവുകയും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രവുമായിട്ടുള്ള ഞാൻ അവിടെ വന്നപ്പോൾ ഒന്നുമല്ലാത്ത ഒരാൾ എനിക്കൊരു അപകർഷതാബോധം തോന്നൽ തുടങ്ങി. പ്രസിദ്ധ എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ സാമുവൽ ജോൺസൺ പറഞ്ഞിട്ടുണ്ട്, ടു അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ യു നീഡ് നോട്ട് ഹാവ് ടു എൻറ്റർ ഇൻ ടു ഹിസ് ഓർ ഹെർ സെൽഫ് ബീയിങ് ഓർ പേഴ്സണാലിറ്റി. ബെറ്റർ കീപ് ആസ് ആൻ ഔട്ട്സൈഡർ വിത്ത് ഐസ് ഓപ്പൺ ടു ഹിസ് ഓർ ഹെർ തോട്ട്സ് ആൻഡ് ഡീഡ്സ്. ഒരു വ്യക്തിയെ അറിയുന്നതിന് ആ വ്യക്തിയുടെ സ്വത്വത്തിലേക്ക് കടക്കേണ്ടതില്ല. വ്യക്തിയുടെ സംഭാവന, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയിലേക്ക് തുറന്ന് പിടിച്ച കണ്ണോടുകൂടി നോക്കുക മാത്രമേ വേണ്ടൂ. 16 ചെറുകഥാ സമാഹാരങ്ങൾ, 4 നോവലുകൾ, ഒരു തിരക്കഥ, വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 6-7 ലേഖന സമാഹാരങ്ങൾ. പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും തുറന്നു പിടിച്ച കണ്ണുകളോടുകൂടി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിലയിരുത്തുവാനായിട്ടാണ് ഈ പരിപാടിയിൽ ശ്രമിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഏറെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ശ്രീ KP രാമനുണ്ണി. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രഭാതം ദിവസത്തിൻ്റെ ലക്ഷണം പറയുന്നത് പോലെ ബാല്യം ജീവിതത്തിൻ്റെ ലക്ഷണം പറയുന്നതെന്ന് ജോൺ മിൽട്ടൻ്റെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. നമുക്കതുകൊണ്ട് അങ്ങയുടെ ബാല്യത്തിൽ നിന്ന് തുടങ്ങുന്നതാവും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. പൊന്നാനിയിലുള്ള തലാപ്പിൽ തറവാടിൻ്റെ മുറ്റത്ത് കളിച്ചു വളർന്ന P. ദാമോദരൻ നായരുടെയും KV ജാനകിയുടെയും മകനെ ഉണ്ണി എന്ന പേരിൽ വളർന്ന ശ്രീ KP രാമനുണ്ണിയായി മാറിയത്, എഴുത്തിൻ്റെ ഏതാണ്ട് എല്ലാ തലങ്ങളിലും കൈവയ്ക്കുകയും അവിടെയെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ശ്രീ KP രാമനുണ്ണിയായി മാറിയതിൻ്റെ കഥയാണ് നമ്മൾ ബാല്യകാലത്തേക്ക് വേണ്ടിയത്. ഈ പൊന്നാനിയിലെ ബാല്യം ജീവിതത്തിൻ്റെ എന്ത് ലക്ഷണമാണ് പറഞ്ഞതെന്നൊന്ന് പറഞ്ഞു തരണം. അതിനോടൊപ്പം തന്നെ വെക്കാനുള്ളത്, ബാല്യകാല അനുഭവങ്ങളാണ് സർഗാത്മകതയുടെ പ്രധാന ഭക്ഷണം എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബാല്യകാലത്തിലേക്ക് പോയാലോ? എൻ്റെ ബാല്യകാലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് കൽക്കട്ടയിലാണ്. എൻ്റെ അച്ഛൻ അവിടെ ബാങ്ക് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കൽക്കട്ടയിൽ ഞാൻ ജനിച്ചു. എന്നാൽ താമസിയാതെ തന്നെ എനിക്കൊരു 3.5 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ചതോടുകൂടി ഞാൻ പൊന്നാനിയിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അച്ഛൻ്റെ ഓർമ്മ എനിക്കില്ല. അതുകൊണ്ട് അച്ഛൻ മരിച്ചതോ അച്ഛൻ മരിച്ച ദുഃഖകരമായ സംഭവത്തെ പറ്റിയിട്ടുള്ള ഓർമ്മയൊന്നുമില്ല. 3-3.5 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഓർമ്മകളെല്ലാം തെളിയുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. പൊന്നാനിയിലാണ് എൻ്റെ ബാല്യകാലം സമൂർത്തമായിട്ടൊരു അനുഭവ പരിസരമായിട്ട് വന്നിട്ടുള്ളത്. കൽക്കട്ടയിലെ ബാല്യകാലം എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ പൊന്നാനിയിലെ ബാല്യം എന്നെ പരിപോഷിപ്പിച്ചു, എന്നെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളൊരു ബാല്യമായിരുന്നു. പൊന്നാനിയിലെ അന്നത്തെ സാംസ്കാരിക അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം മൂല്യവത്തായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പൊന്നാനിയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ തന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ച് വിധവയായിട്ടുള്ള അമ്മ ആകെയുള്ളൊരു മകനെയായിട്ട് നാട്ടിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ, നാട്ടുകാരുടെ, എല്ലാവരുടെയും അയൽക്കാരുടെയും എല്ലാം സ്നേഹവും വാത്സല്യവും എന്നിലേക്ക് ഇങ്ങനെ കോരിച്ചെരിയുകയായിരുന്നു.
അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ നന്മയും സ്നേഹവും കണ്ടു വളർന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിനെ രൂപീകരിക്കുന്നതിലും ഈ കുട്ടിക്കാല അനുഭവങ്ങൾ എന്നിലുണ്ട്. ഉണ്ണി എന്ന് പറയുന്ന കുട്ടി KP രാമൻ ഉണ്ണിയായിട്ട് മാറുന്നത് അതൊരു സ്വയം പരിവർത്തനത്തിൻ്റെ ഭാഗമായി. അതെ, ഈ ചെറുപ്പകാലം എന്നിലുണ്ടാക്കിയ ചില പ്രതികരണങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നിർണ്ണയിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്വർഗോന്മുഖരായിട്ടുള്ള എഴുത്തുകാരുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവരുടെ മനസ്സിൻ്റെ അകത്ത് ഒരു അബോധ തലത്തിൽ ഒരു സ്വർഗപ്രതീക്ഷയുണ്ട്. ഞാനും അങ്ങനെ ഒരു സ്വർഗോന്മുഖനായിട്ടുള്ള എഴുത്തുകാരനാണെന്ന് പറയാം. കാരണം കുട്ടിക്കാലം നന്മയും സ്നേഹവും വാത്സല്യവും എനിക്ക് വാരിക്കോരി നൽകിയതുകൊണ്ട് ഇതെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന, നന്മയും സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തെ പറ്റിയിട്ടുള്ള പ്രതീക്ഷയാണ് എൻ്റെ എഴുത്തിൽ പലപ്പോഴും ഉള്ളത്. പക്ഷേ വ്യാവഹാരിക ജീവിതത്തിലോ ഇതൊന്നും കണ്ടെത്താൻ പറ്റുകയില്ല. തിന്മയും ക്രൂരതയും സ്നേഹരാഹിത്യവും കൊടികൊത്തി വാഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ അബോധതലത്തിൽ ഒരു സ്വർഗസങ്കല്പമുള്ളതുകൊണ്ട് ഇതൊന്നും ശരിയല്ലല്ലോ, ഇതിനെല്ലാം മാറ്റണമല്ലോ എന്ന നിലയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന തിന്മകളുടെയും ക്രൂരതകൾക്കും എതിരായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും എപ്പോഴോ സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു സ്വർഗത്തെ പറ്റിയിട്ടുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള എഴുത്തുകാരനാണ്. അപ്പം ഈ നിലപാട് എന്നിൽ ഉണ്ടാക്കിയത് കുട്ടിക്കാലത്തെ ഈ വളരെ നന്മയും സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിക്കാലത്തിൻ്റെ അനുഭവമാണ് എൻ്റെ ഈ ജീവിത വീക്ഷണത്തെ രൂപീകരിച്ചത് എന്ന് പറയാൻ പറ്റും. ഈ ബാലനായിട്ടിരുന്ന് അല്പം കൂടെ മുതിർന്നപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെത്തിയപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആകണം എന്നതായിരുന്നു ആഗ്രഹമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷേ അതേസമയം തന്നെ ജീവിതത്തിലുണ്ടായ ചില തകിടം മറിച്ചിലുകൾ ആ ഒരു ലക്ഷ്യത്തെ മാറ്റിമറിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതെ. ഇത് പറയാൻ കാര്യം, അങ്ങയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 4-5 വളരെ മഹത് വ്യക്തികളുണ്ട്. ഒന്ന് ഡോക്ടർ PM മാത്യു വെല്ലൂർ. അന്ന് അദ്ദേഹം അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ PM മാത്യു വെല്ലൂരിനെ എനിക്കും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഒപ്പം തന്നെ എൻ്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഡോക്ടർ PM മാത്യു വെല്ലൂർ. PM മാത്യു വെല്ലൂരിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിച്ച് ഞാനും തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞങ്ങൾ വളരെയധികം അടുത്ത് പെരുമാറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ PM മാത്യുവിൻ്റെ ഒരു ഇടപെടൽ അങ്ങയുടെ ബാല്യകാല ജീവിതമല്ല, വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് അങ്ങ് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും മറക്കാനാത്തൊരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, കുറച്ച് ദീർഘമായിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറയാം, എന്നാലേ അത് പൂർത്തീകരണമാവുകയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് വളരെ വളരെ നന്മയും സ്നേഹവും എല്ലാം കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ അകാലത്തിൽ മരിച്ചെങ്കിലും അച്ഛൻ്റെ സുഹൃത്തുക്കൾ, ബന്ധക്കാരൊക്കെ വലിയ താങ്ങും തണലുമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മൂല്യവത്തായ ഒരു പരിസരത്തിൽ നിന്ന് എല്ലാവരുടെയും ഓമനക്കുട്ടിയായി വളർന്നു വന്ന് സ്കൂളിൽ നന്നായി പഠിക്കും. ആ AVS സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ പാസ്സായി. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ വളരെ പ്രതീക്ഷാനിർഭരമായിട്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അന്ന് ചെറിയൊരു മാറ്റമുണ്ടായി. കാരണം പൊന്നാനിയിൽ MES കോളേജ് ഉണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ മരുമക്കളൊക്കെ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടിയ കുട്ടിയല്ലേ, കുറച്ചുകൂടി പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിൽ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചു. കാരണം അവരവിടെ ജോലിയൊക്കെ ആയിട്ട് കൂടുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കൂടെ ഞാനും അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഞാനും അമ്മയും കൂടി വന്ന് അവരുടെ വീട്ടിൽ താമസിക്കാമെന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് നല്ല മാർക്കുള്ളതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷെ അവിടെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജമാണ്, നല്ല പ്രൊഫസർമാരാണ്. പക്ഷേ ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്നവർക്ക് അവിടെ ഒരു രണ്ടാംകിട പൗരൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട്. കാരണം ആ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്നവർക്കാണ്, പ്രൂഡൻസ് നിന്നും സെൻറ്റ് ജോസഫ് നിന്നും ഒക്കെ വരുന്ന കുട്ടികളാണ് പ്രൊഫസർമാരൊക്കെ പെറ്റായിട്ട്. കാരണം അവർ ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കും, കോളേജിൽ ഷൈൻ ചെയ്യും.
അപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ എല്ലാ കാര്യത്തിലും ഒന്നാമനാവുകയും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രവുമായിട്ടുള്ള ഞാൻ അവിടെ വന്നപ്പോൾ ഒന്നുമല്ലാത്ത ഒരാൾ, എനിക്കൊരു അപകർഷതാബോധം തോന്നൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളൊരു അബോധ മനസ്സിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഞാൻ അന്ന് അച്ഛൻ്റെ മരുമക്കളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ കുറേ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശ്രീരാമകൃഷ്ണ വചനാമൃതം, വിവേകാനന്ദ സാഹിത്യ സർവസ്വമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അന്ന് 70കളുടെ കാലഘട്ടമാണ്. 70കളുടെ കാലഘട്ടത്തിൽ പിന്നെ ഇടതുപക്ഷ തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്ത് തന്നെ ഒരു താടിക്കാരൻ ജീവിച്ചിരുന്നു. അപ്പോൾ പുള്ളിങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെപ്പറ്റിയും കമ്മ്യൂണിസത്തെ പറ്റിയിട്ടുള്ള ലഘുലേഖകളൊക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. അപ്പോൾ കോളേജിൽ വന്നാൽ ഒരു ഭാഗത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വായിക്കും, വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ആത്മീയ ഗ്രന്ഥങ്ങളും വായിക്കും. രണ്ട് തരത്തിലുള്ള സാധനങ്ങളാണ് വായിക്കുക. കാരണം എന്താ വെച്ചാൽ കോളേജിൻ്റെ അകത്ത് ഉള്ള ഈ ഒരു പിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വായനകളിലേക്ക് പ്രവേശിച്ചിരുന്നത്. അപ്പം ഇത് വായിച്ചപ്പോൾ പിന്നെ മാത്രമല്ല അതിലൊരു അബോധപൂർവമായിട്ടുള്ളൊരു ചോദനയുമുണ്ട്. കാരണം എനിക്കുള്ള ആ അപകർഷതാബോധത്തെ ഇല്ലാതാക്കാൻ ഇത് രണ്ടും സഹായിക്കും. കാരണം കമ്മ്യൂണിസം തന്നെ പറഞ്ഞാൽ എന്താ, എല്ലാവരെയും നിരപ്പാക്കുന്ന ഒരു സാധനം, എല്ലാവരെയും തുല്യരാക്കുന്ന. ആത്മീയതയുടെ ലോകം അങ്ങനെയാണ്, ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഈ രണ്ടും എന്നെ സഹായിക്കുകയാണ്. കാരണം ഞാൻ ഈ സെൻറ്റ് ജോസഫ്സിൻ്റെയും പ്രൊവിഡൻസിൻ്റെയും കുട്ടികളെയൊന്നും താഴെയല്ല എന്ന ഒരു തുല്യതയിലേക്ക് എത്താനുള്ള അബോധ മനസ്സിൻ്റെ പ്രേരണയാണ് ഈ രണ്ടിനെയും വായിക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ ഈ സെൻറ്റ് ജോസഫിലത്തെ കുട്ടികളൊക്കെ ആയിട്ട് പ്രൊവിഡൻസിലത്തെ സുന്ദരികളൊക്കെ സംസാരിക്കൂ, അവരും ഇംഗ്ലീഷ് മീഡിയക്കാരാണ്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഈ സൗന്ദര്യമുള്ള കുട്ടികളായിട്ട് ഇടപഴകാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാൽ അവർക്ക് നമ്മളെ വിലയുമില്ല. അപ്പോൾ ഞാനും നീയും കൂടുതലും ഇംഗ്ലീഷ് അവരായിട്ട് ആരോഗ്യത്തിൽ പോവുള്ളൂ. അപ്പോൾ ഞാനും തുല്യനാണ് എന്ന് സ്വയം സ്ഥാപിക്കാനുള്ള ഒരു പിന്നെ വ്യഗ്രത കൂടി ഈ വായനകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, കോളേജിലത്തെ പുസ്തകങ്ങളൊന്നും വായിക്കില്ല, റെക്കോർഡ് എഴുതില്ല, അങ്ങനെ ശ്രദ്ധ ഈ വായനയിലേക്ക് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ളതിൽ നിന്ന് ഒത്തിരി വായന മറ്റേലേക്ക് മാറി. വായനയ്ക്ക് മാറുക മാത്രമല്ല, കുറേ കഴിഞ്ഞപ്പോൾ ഈ വായിക്കുന്ന രണ്ട് തരം പുസ്തകങ്ങളും വിരുദ്ധമാണ്. ഒന്ന് ഭൗതികവാദമാണ്, മറുഭാഗത്ത് ആത്മീയതയാണ്. രണ്ടും തമ്മിൽ പെട്ടെന്ന് രണ്ടും കൂടി കഴിച്ചാൽ ദഹിക്കാത്ത വിരുദ്ധ ആഹാരങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തി. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് വലിയൊരു പ്രശ്നമല്ലേ, ഞാൻ ദൈവം ഉണ്ടോ ഇല്ലേന്ന് തീരുമാനിച്ചിട്ടാവാം പഠിക്കലും റെക്കോർഡ് വരയ്ക്കലൊക്കെ എന്നായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേന്ന് തീരുമാനിച്ചിട്ടാവാം ഭക്ഷണം കഴിക്കലും കുളിക്കലും കൂടി വിചാരിച്ചപ്പോഴേക്ക് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. വലിയ മഹാത്മാക്കൾക്കും കൂടി ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത കാര്യമാണ് 16 വയസ്സായിട്ടുള്ള കുട്ടി പിന്നെ ഇത് അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ വായിച്ചിരിക്കും, ആലോചിച്ചിരിക്കും. അപ്പോൾ വീട്ടുകാർക്ക് ബേജാറായി. അച്ഛൻ്റെ മരുമക്കളൊക്കെ പഠിപ്പുള്ളവരാണ്, അവർക്ക് പിന്നെ പുതിയ വൈദ്യശാസ്ത്രത്തെപ്പറ്റി അറിയാം. ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അതെ, അതാണ് ഇങ്ങനെയാണ് ഉണ്ടായത്. അതെ, വഴുതി വിഭ്രാന്തിയല്ല, ഇങ്ങനെ ആലോചിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടുകാരൊക്കെ തോന്നി. കാരണം ഇങ്ങനെ പെട്ടെന്ന് കുട്ടികളുടെ തരം മാറലൊക്കെ അവരെ വല്ല മാനസിക രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ ഇവരൊക്കെ കൂടി എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടു. പി എം മാത്യുവിൻ്റെ അടുത്ത് പിന്നെയാണ് എത്തുന്നത്. അവിടെ സൈക്കാട്രിസ്റ്റ്, അന്നത്തെ പ്രശസ്തമായിട്ട് ആദ്യത്തെ ബാച്ച് സൈക്കാട്രിസ്റ്റുകൾ കോഴിക്കോട് വന്ന സമയമാണ്. അവരുടെ അടുത്ത് ഭയങ്കര തിരക്കായിരിക്കും അന്നൊക്കെ. കാരണം മലബാറിലെ എല്ലാ മനോരോഗികളും ഓടിയെത്തുന്ന കേന്ദ്രമായിരുന്നു അന്നത്തെ ഡോക്ടർ വിജയൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ വീട്. അവിടെ ചെന്ന് മൂപ്പര് ചോദിച്ചു, എന്താ കുട്ടിക്ക് പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയമാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അത് സാരല്ലേ, ഞാൻ പെട്ടെന്ന് മാറ്റിത്തരാമെന്ന്. കുറച്ച് മരുന്നുകളൊക്കെ ഞാൻ വിചാരിച്ചു ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഇതൊക്കെ ബോധോദയം ഉണ്ടാവുന്ന. പക്ഷേ എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങുക എന്നല്ലാതെ ഒരു ഗുണമില്ല. അപ്പം അങ്ങനെ വീണ്ടും വലിയൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ ശാന്തകുമാറിൻ്റെ ചികിത്സ, ഭീകരമായ ചികിത്സാ മുറകളുണ്ടായി. അപ്പം സത്യത്തിൽ കൗമാരകാലത്തുണ്ടാവുന്ന ചില
ചിന്തകളുടെ വ്യതിയാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതങ്ങനെ വലിയൊരു സൂക്കടൊന്നുമല്ല. പക്ഷേ അന്ന് അവരെന്നെ ഒരു സ്കിസോഫ്രീനിയൊക്കെ ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ട് തെറ്റായ ചികിത്സകളിലേക്ക് പോയി. ഒടുക്കം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചികിത്സ വേണ്ട, മരുന്ന് ഞാൻ ഈ കഴിക്കില്ല, എനിക്ക് ഡോക്ടർ PM മാത്യുവിനെ കാണണം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ചില ബന്ധക്കാർ ഡോക്ടർ കോവൂരിനെ എഴുതി. കാരണം കോവൂരിനെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം കോവൂര് ദൈവത്തിൻ്റെ പ്രശ്നത്തിൽ മറുപടി കൃത്യമായിട്ട് പറയുന്ന ആളാണല്ലോ. അപ്പോൾ ഡോക്ടർ കോവൂരിൻ്റെ ഉപദേശപ്രകാരമാണ് ഡോക്ടർ PM മാത്യുവിനെ കണ്ടോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. കോവൂർ അന്ന് മൂപ്പര് സിലോണിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ PM മാത്യുവിനെ കാണാതെ ഞാൻ ഈ മരുന്ന് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന്. അങ്ങനെ നിരാഹാരം എടുത്തിട്ടാണ്. എൻ്റെ ബന്ധക്കാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഡോക്ടർ PM മാത്യുവിനെ കാണിക്കുന്നതിൽ. അദ്ദേഹത്തെ പോയി കാണിച്ചു. PM മാത്യു ചോദിച്ചു, എന്താ ഉണ്ണിക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം ഉണ്ടില്ല, അതൊക്കെ നമുക്ക് തീരുമാനിക്കാം, ഉണ്ണിക്ക് ഒരു സൂക്കടില്ല, ഈ മരുന്നൊന്നും കഴിക്കേണ്ട ഒരു കാര്യമില്ല. ആദ്യം തന്നെ പറഞ്ഞു, ഈ മരുന്നൊന്നും കഴിക്കാൻ ഉണ്ണിക്ക് ബുദ്ധി കൂടുകൊണ്ടുള്ള ചിന്താ പദ്ധതികളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് എനിക്ക് വലിയ ആത്മവിശ്വാസം തന്നു. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ദൈവം വേണോ ഉണ്ടെങ്കിൽ ഞാനൊരു ദൈവം ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ നമ്മൾ തന്നെയാണ് ദൈവം എന്ന ആത്യന്തിക പൊരുളിലേക്ക് കൊണ്ടുവന്ന് ചെറിയ കൗൺസിലിങ്ങിൽ കൂടെ മാസങ്ങൾക്കുള്ളിലാണ്, 1-2 മാസം കൊണ്ട് എന്നെ ഒരു നോർമലാക്കി മാറ്റി. അദ്ദേഹമാണ് എനിക്ക് ഭാഷയിലുള്ള പരിജ്ഞാനത്തെ കണ്ടെത്തി എൻ്റെ ജീവിതത്തെ തന്നെ. ഡോക്ടർ PM മാത്യു വെല്ലൂർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ മരുന്നെല്ലാം കഴിച്ചൊരു മനോരോഗിയായിട്ട് അടിഞ്ഞു പോകണം, വലിയ രോഗിയായിട്ട് മാറിയല്ലേ. പിന്നെ അങ്ങയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പൊന്നാനി കളരി, മലയാള സാഹിത്യത്തിൽ ഒരു പൊന്നാനി കളരി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ പൊന്നാനിയിലെ ജീവിതമാണ് തീർച്ചയായിട്ടും അത് പറയിച്ചതെന്നറിയാം. അപ്പോൾ എല്ലാത്തിനെയും ഇൻക്ലൂസീവായിട്ട് കാണാനായിട്ടുള്ള ഒരു മാനസിക നിലയാണ് പൊന്നാനിക്കാർക്കെന്ന് പൊതുവിൽ. പൊന്നാനിയെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ നാടിനെക്കുറിച്ച് പറയുമ്പം നമ്മുടെ നാട്ടുകാരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്താറുണ്ട്. പൊന്നാനിക്ക് പിറക്കാതെ പോയൊരു മകനാണ് ശ്രീനാരായണ ഗുരു എന്നും അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത് ഈ പൊന്നാനി എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ കൽക്കത്തയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ചെറുപ്പകാലം കഴിച്ചു കൂട്ടിയതിനപ്പുറത്തായിട്ട് പൊന്നാനിയെ ഇത്രമേൽ ചേർത്ത് നിർത്തുന്നതിനുള്ള ഒരു പശ്ചാത്തലം എന്തായിരുന്നു? പൊന്നാനിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. വളരെ ഇൻക്ലൂസീവാണ് കേരളത്തിൻ്റെ സംസ്കാരം. മലയാള ഭാഷ ശരിക്കും ഒരു ഭാഷയല്ല, ഒരു സംസ്കാരമാണ്. എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന ഈ കേരളത്തിൻ്റെ ഇൻക്ലൂസീവായ സ്വഭാവത്തിൻ്റെ ഏറ്റവും മൂർത്തമായ രൂപമാണ് നമുക്ക് പൊന്നാനിയിൽ കാണാൻ പറ്റുക. അപ്പോൾ പൊന്നാനി കളരി കുറേ സാഹിത്യകാരന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സാഹിത്യകാരന്മാർ വന്നിട്ടുള്ളത്. കാരണം നദീതട സംസ്കാരത്തിൻ്റെ, ഭാരതപ്പുഴയാണല്ലോ വലിയ നദി കേരളത്തിലെ. അപ്പോൾ എപ്പോഴും എല്ലാ സംസ്കാരങ്ങളും നദീതടങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുക. അതുകൊണ്ട് പൊന്നാനിയും ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുമാണ് ഏറ്റവും അധികം എഴുത്തുകാർ വന്നിട്ടുള്ളത്. നമ്മൾ ഭാഷാപിതാവായിട്ട് കരുതുന്ന തുഞ്ചത്താചാര്യൻ തന്നെ പൊന്നാനി കളരിക്കാരനാണ്. തിരൂരാണ്, കുറച്ച് കിലോമീറ്ററുകൾ ദൂരത്ത് മാത്രമാണുള്ളത്. ഈ പൊന്നാനിയിൽ നിന്നുള്ള എഴുത്തുകാരുടെ ഒരു സ്വഭാവം വലിയ മാനവികതയുടെ എഴുത്തുകാരായിരുന്നു. മാത്രമല്ല വളരെ ജീവിതോന്മുഖരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു. മാത്രവുമല്ല അവർ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ജീവിത വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരുമായിരുന്നു. ഇപ്പോൾ പൊന്നാനി കളരിയിലുള്ള എഴുത്തുകാരെ പറ്റി പറയുകയാണെങ്കിൽ അവർ കാര്യം പറയുന്ന എഴുത്തുകാരാണെന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ സൗന്ദര്യാത്മകമായ ഘടകങ്ങളെക്കാൾ കൂടുതൽ ഈ പറയുന്ന കാര്യം. തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി പറയാറുള്ളത് നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ പ്രചരണ സാഹിത്യകാരനാണെന്ന് പറയാം. പ്രചരണ സാഹിത്യം എന്ന് പറഞ്ഞാൽ ചീത്തക്കാരിയായിട്ടാണ് പലരും പറയുക. പക്ഷേ പ്രചരണ സാഹിത്യം എന്ന് പറഞ്ഞാൽ ജീവിതോന്മുഖമായിട്ടുള്ള ജീവിതവിരുദ്ധമായ കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള സന്ദേശങ്ങൾ പകരുന്ന മാനവികതയുടെ ഒരു സാഹിത്യവും കൂടിയാണ്. അങ്ങനെയുള്ളൊരു സാഹിത്യത്തിൻ്റെ സ്വഭാവമാണ് പൊന്നാനി കളരിയുള്ള എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റും. എടശ്ശേരിയാണെങ്കിലും മുറൂബാണെങ്കിലും MTയിലാണെങ്കിലും മാധവിക്കുട്ടിയിലാണെങ്കിലും M ഗോവിന്ദനിലാണെങ്കിലും ഒക്കെ കാണാൻ പറ്റും. ആധുനിക സാഹിത്യം പലപ്പോഴും നിരാശാഭരിതമായ ജീവിത വിരുദ്ധമായിട്ടുള്ള ചില ദർശനങ്ങളോടുകൂടിയാണല്ലോ ആധുനികവാദ സാഹിത്യം വന്നത്. പൊന്നാനി കളരി ഇന്ന് ഒരാളും ഉണ്ടായിട്ടില്ല. കാരണം പൊന്നാനി കളരിക്കാർക്ക് ജീവിത
ദൈവവിരുദ്ധമായൊരു കാഴ്ചപ്പാട് ദാർശനികമായി പോലും ഉണ്ടാകാൻ സാധിക്കുകയില്ല. ആ മണ്ണിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും വന്നത്. ഈ പൊന്നാനി കളരിയെ അനുഭവിപ്പിച്ച ഒരു സൃഷ്ടി, ഒരു കഥ അല്ലെങ്കിൽ നോവൽ ആദ്യം വായിച്ചത് ഏതാണ്? പൊന്നാനി കളരിയുടെ സ്വഭാവം നമുക്ക് തീർച്ചയായിട്ടും ഉറൂബിൽ കാണാൻ പറ്റും, ഇടശ്ശേരിയിൽ കാണാൻ പറ്റും, എഴുത്തച്ഛനിൽ കാണാൻ പറ്റും. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തന്നെ പിന്നെ നമ്മുടെ സമൂഹ ജീർണതയുടെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ഒരു രാമനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതായത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു രാമനെയാണ്. ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല രാജാവ്, ഏറ്റവും നല്ല സഹോദരൻ. അപ്പോൾ ഒരു മാതൃകാപുരുഷനെ സൃഷ്ടിക്കലായിരുന്നു അധ്യാത്മരാമായണത്തിൻ്റെ ലക്ഷ്യം. കാരണം ജീർണമായിട്ടുള്ളൊരവസ്ഥയിൽ ആ ജീർണതയ്ക്ക് നേരിട്ട് ആ ജീർണതയോട് പടവെട്ടുന്നതിന് പകരം ഉത്തമമായൊരു മാതൃക സൃഷ്ടിച്ചു കൊടുക്കുക, അതുതന്നെ ജീർണതയോടുള്ള മറ്റൊരു പടനീക്കമാണ്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഒരു പൊന്നാനിക്കളരിയുടെ പിന്നെ സമൂഹബദ്ധമായിട്ടുള്ള സമൂഹത്തിനും ജനങ്ങളുടെയും ഉന്നമനത്തിന് സഹായിക്കുന്ന സന്ദേശങ്ങളടങ്ങുന്ന പിന്നൊരു സാഹിത്യമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു പൊന്നാനിയിൽ ജനിക്കാതെ പോയ മകനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ജീവിതോന്മുഖമായിട്ടുള്ള അപരനെ സ്വന്തം ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്ന അപരപ്രിയത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യം. അപരോന്മുഖമായിരിക്കുക എന്ന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തെയാണ് ശ്രീനാരായണ ഗുരു പൊലിപ്പിച്ചെടുത്തിട്ടുള്ളത്. പൊന്നാനി സംസ്കാരവും വളരെ അപരോന്മുഖമാണ്, മറ്റുള്ളവരെ ആവാഹിക്കുന്ന, ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരു പൊന്നാനിക്ക് ജനിക്കാതെ പോയ മകനായി പോയി എന്നുള്ളത്. അപ്പോൾ ഈ പൊന്നാനി മഹാത്മ്യം അങ്ങയുടെ രചനകളെ അതിഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പൊന്നാനി മഹാത്മ്യം ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സൂഫി പറഞ്ഞ കഥ, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ ദൈവത്തിൻ്റെ പുസ്തകം, വയലാർ അവാർഡ് നേടിയ ജീവിതത്തിൻ്റെ പുസ്തകം, പിന്നെ ഒട്ടുവളരെ കഥകൾ. നമുക്കറിയാം മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പുരസ്കാരങ്ങളും അങ്ങയെ തേടിയെത്തിയിട്ടുണ്ട്. ശവസംസ്കാരം, മുഖലക്ഷണം, ജാതി ചോദിക്കുക, ജാതി ചോദിക്കുക, പുരുഷവിലാപം, ഇങ്ങനെ ധാരാളം കഥകൾ, അവാർഡ് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ പുരസ്കാരങ്ങൾക്കപ്പുറത്തായിട്ട് എഴുതിയിട്ടുള്ള രചനകളിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രചന, ഒരു കഥയോ അല്ലെങ്കിൽ ഒരു 4 നോവലുകളെ എഴുതിയിട്ടുള്ളൂ അല്ലേ? 4 നോവൽ കഥകൾ ധാരാളം. എനിക്ക് തോന്നുന്നു 16 കഥാസമാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ശരാശരി ഒരു 12 കഥകൾ ഒരു സമാഹാരത്തിലുണ്ടെങ്കിൽ 180 കഥകൾക്ക് മേൽ 150-200 കഥകളെങ്കിലും എഴുതിയിട്ടുണ്ടാവണം ഇതിനകം അല്ലേ? അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല, കാരണം എൻ്റെ കഥകളൊക്കെ വളരെ ദൈർഘ്യമുള്ള കഥകളാണ്. എന്നാലും ശരാശരി 10 ആണെങ്കിലും ഒരു 160 കഥയെങ്കിലും ആയിട്ടുണ്ടാവണം. അപ്പോൾ ഈ പുരസ്കാര ലബ്ധി എന്ന് പറയുന്നതിന് അപ്പുറത്തായിട്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നോവലുകളെ നമുക്ക് മാറ്റി നിർത്താം തൽക്കാലം. കാര്യം നോവലുകൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള സവിശേഷതയും അതിൻ്റേതായിട്ടുള്ള സ്വാധീനവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഥകളിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു കഥ പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ടോ? ഇതൊരു വിഷമം പിടിച്ച ചോദ്യമാണ്. മക്കളുടെ കൂട്ടത്തിൽ ഏത് മക്കളെ ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പോൾ അത് പലപ്പോഴും ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഞാൻ പറയാതിരിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം അതൊരു പല കൃതികളും പലതരത്തിൽ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നോവൽ എടുക്കുകയാണെങ്കിൽ സൂഫി പറഞ്ഞ കഥ എൻ്റെ നാടിൻ്റെ സംസ്കാരത്തെ പിന്നെ അലിയിച്ച് ചേർത്തിട്ടുള്ള ഒരു കൃതിയാണ്. മാത്രമല്ല എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ കൂടിയാണ് ഈ നോവല് സൃഷ്ടിക്കാനുള്ള ഊർജം എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെയധികം പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. എൻ്റെ ആദ്യം തന്നെ എന്നെ പലപ്പോഴും എഴുത്ത് ജീവിതത്തിൽ ആളുകൾ അറിയുന്ന ഒരു പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന് സൂഫി പറഞ്ഞ കഥയാണ്. എന്നാൽ ജീവിതത്തിൻ്റെ പുസ്തകത്തിലാണ് എൻ്റെ ജീവിത ദർശനങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ പുസ്തകത്തിലാണെങ്കിലോ അതിൽ മനുഷ്യരാശിയെ തന്നെ വിചാരണ ചെയ്യുന്ന തരത്തിലുള്ള ദാർശനികമായ കാഴ്ചപ്പാടുകൾ അതിൻ്റെ അകത്തുണ്ട്. വളരെ അന്യവൽകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ പിന്നെ നാടുവിട്ട് വേരറ്റു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും
സംദ്രാസങ്ങളൊക്കെയാണ് ചരമവാർഷികത്തിലുള്ളത്. അപ്പം ഇതെല്ലാം പലതരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കഥകളിലേക്ക് വരുമ്പോഴും എൻ്റെ ആദ്യത്തെ കഥകളിലൊക്കെ ഭയങ്കര ക്ഷോഭത്തിൻ്റേതായതായിരുന്നു, ഭയങ്കര എതിർപ്പിൻ്റേതായിട്ടുള്ള കഥകളുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കറുത്ത കാലഘട്ടത്തിൽ കൂടെ ഇങ്ങനെ മനോരോഗ എല്ലാം മുദ്ര കുത്തപ്പെട്ട് ജീവിച്ച കാലത്ത് ഉണ്ടായ പല ദുരനുഭവങ്ങളും അതിൽ കൂടെ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിൽ നിന്നെല്ലാം വിമുക്തനായി വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങളുള്ള കഥകൾ എൻ്റെ എഴുത്തു ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നെ കപടമായിട്ടുള്ള ഒരു ലോകത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് കൂടി ഞാൻ എൻ്റെ എഴുത്തിനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മുഖലക്ഷണം എന്ന കഥയൊക്കെ ആണെങ്കിൽ പിന്നെ ഈ കപടമായിട്ടുള്ള അധികാര ശക്തികൾക്ക് നന്മയ്ക്കും സ്നേഹത്തിനും ഒന്നും വിലയില്ലാതെ തിന്മയ്ക്കും ക്രൂരതയ്ക്കും വില കൽപ്പിക്കുന്ന ഒരു ലോകത്തിനെതിരായിട്ടുള്ളൊരു ആശയമാണ് സത്യത്തിൽ മുഖലക്ഷ്മി എന്ന കഥയിലുള്ളത്. ആദ്യം വി പി ശിവകുമാർ അതെ കേളി പുരസ്കാരം അതിനാണ് ലഭിച്ചിട്ടുള്ളത്. ജാതി ചോദിക്കുക എന്ന കഥ പത്മരാജൻ പുരസ്കാരം ലഭിച്ചു. ഇങ്ങനെ ഇപ്പോൾ ഒടുക്കം എടശ്ശേരിക്കാറ് എന്ന കഥ വന്നു, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട. പിന്നെ ഓരോ കഥകളും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് വലിയ പ്രയാസം. ശ്രീ കെ പി രാമനുണ്ണിയുമായിട്ടുള്ള സംഭാഷണം അവസാനിക്കുന്നില്ല.